യേശു യെരിഹോ വിട്ടുപോകുമ്പോൾ ബർത്തിമായി എന്ന അന്ധനായ ഒരു യാചകൻ വഴിയരികിൽ ഇരുന്നു. നസറത്തിലെ യേശു കടന്നുപോകുന്നുവെന്ന് അവൻ കേട്ടു. അവന് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അവൻ വിശ്വസിച്ചു. തന്റെ സാഹചര്യങ്ങളെക്കാൾ ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ അവൻ നിലവിളിച്ചു, ദാവീദിന്റെ പുത്ര, എന്നിൽ കരുണയുണ്ടാകണമേ. ഈ നിലവിളി ശക്തമാണ്. ഇത് വെറുമൊരു അപേക്ഷയല്ല, അതൊരു പ്രഖ്യാപനമാണ്. പ്രവചനത്തിൽ വാഗ്ദാനം ചെയ്ത മിശിഹായെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ബർത്തിമായി യേശുവിനെ ദാവീദിന്റെ പുത്ര എന്ന് വിളിക്കുന്നത്. ബർത്തിമായിക്ക് യേശുവിനെ ശാരീരികമായി കാണാൻ കഴിഞ്ഞില്ലെങ്കിലും കാണാൻ കഴിയുന്ന പലരെക്കാളും വ്യക്തമായി അവൻ അവനെ തിരിച്ചറിഞ്ഞു. ജനക്കൂട്ടം അവനെ നിശബ്ദനാക്കാൻ ശ്രമിച്ചു. നമ്മുടെ ചുറ്റുമുള്ള ശബ്ദങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ പോലും നമ്മുടെ പ്രത്യാശയെ നിശബ്ദമാക്കാൻ എത്ര തവണ ശ്രമിക്കുന്നു. എന്നാൽ ബർത്തിമായി കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു. അവന്റെ നിരാശ ദൃഢനിശ്ചയമായി മാറി. യേശു നിന്നു. ഒരു ജനക്കൂട്ടത്തിനിടയിൽ ഒരു അടിയന്തര യാത്ര മുന്നിലുള്ളപ്പോൾ വിശ്വാസത്തിൽ നിലവിളിക്കുന്ന ഒരു അന്ധനെ തേടി യേശു നിന്നു. യേശു അവനോട് ചോദിച്ചു, ഞാൻ നിനക്കുവേണ്ടി എന്തു ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നു? ബർത്തിമായി അന്ധനായിരുന്നു. എന്നാൽ യേശു വ്യക്തിപരമായ ഒരു പ്രതികരണം ആഗ്രഹിച്ചു. ദൈവം അനുമാനങ്ങളിൽ ഇടപെടുന്നില്ല. നമ്മുടെ ആവശ്യങ്ങൾ സംസാരിക്കാനും നമ്മുടെ ഹൃദയങ്ങളെ പൂർണ്ണമായി അവനിലേക്ക് കൊണ്ടുവരാനും അവൻ നമ്മെ ക്ഷണിക്കുന്നു. ബർത്തിമായി മറുപടി പറഞ്ഞു, റബ്ബി, എനിക്ക് കാഴ്ച ലഭിക്കണം. ആ നിമിഷം യേശു പറഞ്ഞു, പോകൂ, നിന്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ഉടനെ ബർത്തിമായിക്ക് കാഴ്ച ലഭിച്ചു. തുടർന്ന് അവൻ വഴിയിൽ യേശുവിനെ അനുഗമിച്ചു. ബർത്തിമായിക്ക് ശാരീരിക കാഴ്ച മാത്രമല്ല ലഭിച്ചത്, അവൻ ആത്മീയ ദിശാബോധം നേടി. അവന്റെ രോഗശാന്തി ശിഷ്യത്വത്തിലേക്ക് നയിച്ചു. അവന് പുതിയ ദർശനം നൽകിയവനെ അവൻ പിന്തുടർന്നു. ബർത്തിമായിയെപ്പോലെ വിശ്വാസത്തോടെ നിലവിളിക്കുക. ഒരു ജനക്കൂട്ടത്തിനിടയിലും യേശു നിങ്ങൾക്കായി നിൽക്കുന്നുവെന്ന് വിശ്വസിക്കുക.